കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അവിടെ എത്തി നിൽക്കുന്ന കേരളത്തിലെ തന്നെ നമ്പർ 1 വിദ്യാർത്ഥിനികൾ എന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. കാരണം 2024 നീറ്റ് പരീക്ഷയ്ക്ക് മികച്ച സ്കോറുകൾ കരസ്ഥമാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തി നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. വേറെയും ഒരു കാര്യമുണ്ട് കേട്ടോ. 2024 ഫെബ്രുവരിയിൽ നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്ന അതേ അവസ്ഥയിലൂടെ കടന്നുപോയി സ്വപ്നത്തെ മുറുകെ പിടിച്ച് കഠിനാധ്വാനം ചെയ്ത് ലക്ഷ്യം സാക്ഷാത്കരിച്ച വിദ്യാർത്ഥികളാണ്. ഇവർക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾ ഇനി നടക്കേണ്ട ഓരോ ചുവടും നിർണയിക്കുന്നത് ഇവരുടെ വാക്കുകളായിരിക്കും. മോനെ, പേരെന്നാടാ? എന്റെ പേര് നവനീത്. നവനീത്, എവിടുന്നാ വരുന്നത്? കോഴിക്കോട്. മോനെ, ആദ്യത്തെ കാര്യം ഇത് തന്നെ ചോദിക്കുന്നു. നമ്മൾ ഈ ഒരു സമയം കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിങ്ങൾ മോഡൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ അതുവരെ തിയറിയൊക്കെ പഠിച്ചിട്ട് വീക്ക്ലി എക്സാം എഴുതുന്നെങ്കിൽ പോലും ആദ്യമായിട്ട് മോഡൽ എക്സാം എഴുതിയപ്പോൾ ഒരു കൂടുതലായിരുന്നോ, മാർക്ക് കുറവായിരുന്നോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ആ ഒരു എക്സാമിനെ? കാരണം തിയറിയിൽ നിന്നും പെട്ടെന്നൊരു ഒബ്ജക്റ്റീവ് പാറ്റേണിലേക്ക് കൃത്യമായി പരീക്ഷകളിലേക്ക് മാറിയപ്പോൾ ആ ഒരു അവസ്ഥ എന്താണെന്നൊന്ന് പറയാമോ? എനിക്കിപ്പം ശരിക്കുള്ള മോഡൽ എക്സാംസ് തുടങ്ങിയപ്പം ആദ്യത്തെ ഒരു എക്സാമിനെ പ്രതീക്ഷ അത്ര എനിക്കൊരു മാർക്ക് കിട്ടിയില്ല. അപ്പം ആദ്യം നിന്ന് കുറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല എങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ട ആ ഒരു വഴി നമുക്ക് മനസ്സിലായില്ല, എങ്ങനെ MCക്ക് ക്രാക്ക് ചെയ്യണം എന്നൊക്കെ. പക്ഷെ പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ റീനു മിസ് പറഞ്ഞു തന്നു എങ്ങനെയൊക്കെ ഓരോ സബ്ജക്റ്റിന് എത്ര സമയം നമ്മൾ ഒരു മാറ്റി വയ്ക്കണം. നമ്മളതിന് പ്ലാൻ ഉണ്ടാക്കണം. ബയോളജിക്ക് ഇത്ര സമയം, ഫിസിക്സിന് ഇത്ര സമയം, എൻ്റെ അവസാനം എല്ലാം കൂടി നോക്കാൻ വേണ്ടി ഇത്ര സമയം, അങ്ങനെ മാറ്റി വെച്ച് കഴിയുമ്പോൾ നമുക്ക് അവസാനം പിന്നെ എനിക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ. എത്ര സമയം എടുത്തു ആ ഒരു ഒബ്ജക്റ്റീവിലേക്കുള്ള ഒരു മാറ്റത്തിന്? സബ്ജക്റ്റീവിൽ നിന്ന് ഒബ്ജക്റ്റീവിലേക്ക് വരാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാകും? എനിക്ക് ഓൾറെഡി റെസിഡൻഷ്യൽ ബാച്ച് ആയതുകൊണ്ട് കുറേ പരീക്ഷകൾ ഓൾറെഡി അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മോഡൽ എക്സാം എനിക്ക് ആ ബ്രില്യൻ്റ് ശരിക്കുള്ള മോഡലുകൾ തുടങ്ങിയപ്പോഴാണ് ആ തുടക്കത്തിൽ എക്സാമിന് മാത്രം എനിക്ക് പ്രശ്നമുണ്ടായിരുന്നത്. പിന്നെ ആ വഴി എനിക്ക് മനസ്സിലായി, പിന്നെ ക്രാക്ക് ചെയ്യാൻ എളുപ്പമായി. മോന്റെ പേരെന്താണ്? ഇഷാൻ. എവിടെ വീട്? കോഴിക്കോടുകാരൻ തന്നെയാണ്. അപ്പോൾ ഇഷാൻ, ഇപ്പോൾ നവനീത് പറഞ്ഞു, നവനീതിന് ആദ്യത്തെ ഒരു പ്രാവശ്യം കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായ പ്ലാനിങ് ആണ് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചത്. അങ്ങനെ ഒരു പ്ലാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നോ, അതോ സെൽഫായിട്ട് തന്നെ പഠിക്കുകയായിരുന്നോ? ഞാൻ നേരിട്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വഭാവം വെച്ച് എല്ലാം പഠിച്ചിട്ട് എക്സാം ഹോളിൽ കയറണം എന്നായിരുന്നു. പക്ഷെ മോഡൽ എക്സാം ആയപ്പോൾ ടോപ്പിക്കിന്റെ എണ്ണം നന്നായി കൂടിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും പഠിച്ച് ഫുള്ള് തീർക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ടോപ്പിക്സ് ആയിട്ട് പഠിക്കുക. അപ്പം ഒരു ടോപ്പിക് പഠിച്ചാൽ അത് നല്ല ഫുൾ ക്ലാരിറ്റിയോടെ പഠിക്കുക. കാരണം നിങ്ങൾക്ക് കുറേ മോഡൽ എക്സാം വരും. അപ്പം എല്ലാ ടോപ്പിക്കിലൂടെയും നിങ്ങൾക്ക് പഠിച്ചു പോകാനുള്ള സമയമുണ്ട്. അപ്പം ടെൻഷൻ അടിക്കാതെ പഠിക്കുന്ന ടോപ്പിക്സ് വൃത്തിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റും. ഏത് സബ്ജക്റ്റ് എത്ര ഡെപ്തി പഠിച്ചാലും ഞാനത് പഠിച്ചില്ല എന്ന് പരാതി പറയുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാവരും. അതേ ഒരു അവസ്ഥ എങ്ങനെ മാനേജ് ചെയ്തു എന്നാണ് ഇഷാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. മോള് എന്താണ് പേര്? എൻ്റെ പേര് സിത്ത. എവിടെയാണ് വീട്? കോഴിക്കോട് തന്നെ. അപ്പോൾ എല്ലാവരും കോഴിക്കോടുകാരാണ്. അപ്പോൾ കോഴിക്കോടിൻ്റെ സുന്ദരികളും സുന്ദരന്മാരുമാണ് ഇന്ന് എൻ്റെയോടൊപ്പം ഇവിടെ ചേർന്നിരിക്കുന്നത്. മോനെ, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി ആൻഡ് സുവോളജി എല്ലാ സബ്ജക്റ്റും ഒരുപോലെ തന്നെ ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ എളുപ്പമായിരുന്നു? ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മോൾക്ക് ഒരു പേടിയോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എൻ്റെ കയ്യിൽ ഒതുങ്ങുമെന്നൊക്കെ ഒരു പേടിയുള്ളൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നോ? എനിക്ക് ഫിസിക്സ് കുറച്ച് ടഫായിരുന്നു. പിന്നെ ബയോളജി, കെമിസ്ട്രി കുഴപ്പമില്ല. അപ്പോൾ ആ ഫിസിക്സിന് എങ്ങനെയാണ് മോള് ടാക്കിൾ ചെയ്തത്? ഫിസിക്സ് എനിക്ക് ആക്ച്വലി ഞങ്ങളുടെ ഓൺലൈനിൽ ബാച്ച് കോർഡിനേറ്റർ അജയ് സാറായിരുന്നു. സാറും ഫിസിക്സ് തന്നെ എടുക്കുന്നത്. അപ്പോൾ സാറ് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പഠിക്കുക, എങ്ങനെ ക്വസ്റ്റ്യൻസ് ഓരോന്ന് ക്രാക്ക് ചെയ്യണം, എങ്ങനെ ആ ഒരു പാറ്റേൺ ഒരു സ്കില്ല് പോലെയാണല്ലോ, അതെങ്ങനെ ചെയ്യണം എന്ന് സാറ് കുറേ ഗൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചറാണെങ്കിലും മാം ഒക്കെ എല്ലാം പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് കുറേ കോൺസെപ്റ്റുള്ള ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ബുക്കിൽ എഴുതി വെക്കും. അതാകുമ്പോൾ നമുക്ക് മോഡൽ എക്സാമിന് എല്ലാ ചാപ്റ്ററിനും എല്ലാ ടോപ്പിക്കും റിവൈസ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം കുറേ ടോപ്പിക്സ് കവറായി പോകുന്ന പോലെ അത് ചെയ്യായിരുന്നു. പിന്നെ ഇക്വേഷൻസ് നല്ലോണം പഠിക്കായിരുന്നു. എല്ലാ ദിവസവും ഇക്വേഷൻസ് റിവൈസ് ചെയ്യായിരുന്നു. എല്ലാ ചാപ്റ്ററിന്റെ ഇക്വേഷൻസും ഡെയിലി റിവൈസ് ചെയ്യും? ഡെയിലി റിവൈസ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻസ് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യലല്ലാതെ തിയറി വായിക്കുന്നത് എങ്ങനെയാണ്? ഫിസിക്സിൽ പലരുടെയും ഒരു ക്വസ്റ്റ്യൻ ആണ്, തിയറി വായിക്കണോ, തിയറി എങ്ങനെയാണ് വായിക്കേണ്ടത്, അതെങ്ങനെയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് അറ്റൈൻ ചെയ്തവരാകുമ്പോൾ നിങ്ങൾക്ക് ഒരു മോഡ് ഓഫ് സ്റ്റഡി ഉണ്ടാവില്ല. അതൊന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. നമുക്ക് ബ്രില്യൻ്റിലെ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞുതരും. തിയറി വായിക്കേണ്ട ചാപ്റ്റേഴ്സ് ആയിട്ടുണ്ട് ഫിസിക്സിൽ, പ്രത്യേകിച്ച് +2. അപ്പം അത് നല്ലോണം വായിക്കും. പിന്നെ എല്ലാത്ത സബ്ജക്ട്സ് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ടൈം പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം വായിക്കും. അല്ലാണ്ട് എപ്പോഴും ഫിസിക്സ് തിയറി വായിക്കുന്നതിലോട് വലിയ കാര്യം ഉണ്ടെന്ന്. അപ്പോൾ മോള് ഫോർമുല പ്ലസ് ക്വസ്റ്റ്യൻ പിന്നെ ആവശ്യമുള്ള ചാപ്റ്റേഴ്സിന്റെ തിയറി അതായിരുന്നു. ശരി, മോളെ പേരെന്നാടാ? എൻ്റെ പേര് ആർദ്ര. ആർദ്ര. എവിടെ വീട്?
തൃശ്ശൂരാണ് വീട്. നമ്മളെ ഈ പറഞ്ഞ പോലെ മോഡൽ എക്സാം ഒക്കെ എഴുതി തുടങ്ങിയപ്പോൾ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ടെൻഷൻ്റെ ആളായിരുന്നു. എന്താണ് ടെൻഷനുള്ള കാരണം? മാർക്കിന്റെ ഫ്ലക്ച്വേഷൻ ആയിരുന്നോ, അതോ ഞാൻ പഠിച്ചാൽ കിട്ടുമോ എന്നൊരു ധൈര്യക്കുറവായിരുന്നോ? എന്തായിരുന്നു ശരിക്കും? അതോ വെറുതെ ഇങ്ങനെ റാൻഡം ആയിട്ട് ടെൻഷൻ വരുന്ന ആളാണോ? റാൻഡമായിട്ട് ടെൻഷൻ വരുന്ന ആളായിരുന്നു. മാർക്കിന് വലിയ ഫ്ലക്ച്വേഷൻ ശരിക്കും ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഒരു സ്റ്റഡി ലെവലിൽ പോയാലും എന്നിട്ടും ടെൻഷൻ ആയിരുന്നു. ഓ വെരി ഗുഡ്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അത് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത്? ബേസിക്കലി അത്യാവശ്യം എനിക്ക് ഉണ്ടായിരുന്നു, എന്നാലും മാനേജ് ചെയ്യാൻ ഞാൻ പഠിച്ചു. അത് ബേസിക്കലി എക്സാം കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ കുറേ നേരം ഇരിക്കും. എന്നിട്ട് ഞാൻ ക്ലാസ് ടീച്ചറോട് സംസാരിക്കും. അത് കഴിഞ്ഞ് വന്ന് എൻ്റെ കോർഡിനേറ്ററിനോട് സംസാരിക്കുമായിരുന്നു. ടോമി സാറും ജസ്റ്റിസ് സാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ശിവൻ സാറിനോട് സംസാരിക്കും. എല്ലാം സംസാരിച്ച് ഞാൻ ഓൾമോസ്റ്റ് 2 മണിക്കൂർ ഞാൻ ലേറ്റായിട്ട് തിരിച്ചെത്താം. അപ്പോൾ ഒരുവിധം ഓക്കെ ആയിട്ട് പിന്നെ പഠിക്കുന്ന പോലെ സമയത്തെത്തുമായിരുന്നു. എക്സാം ഹാളിൽ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതിനെ മാനേജ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ അതിനെ ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്തുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയത്. എങ്ങനെയാണ്? കാരണം എല്ലാ കുട്ടികളുടെയും ഒരു പ്രശ്നം ഇതാണ്, എക്സാം ഹാളിലെ ടെൻഷൻ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും. അത് മോൾ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്യുക? പറയുമ്പോൾ എനിക്കൊരു ഫസ്റ്റ് ഹാഫ് ആൻ അവർ ഞാൻ ഇത്തിരി സ്റ്റക്ക് ആയിരിക്കും. ഞാൻ എത്ര ശ്രമിച്ചാലും ഒരു 15 അല്ലെങ്കിൽ 20 ചിലപ്പോൾ 30 മിനിറ്റ്സ് എന്നെ പോകുമായിരുന്നോ? എക്സാം 3 മണിക്കൂറിൽ തന്നെ പോകുമായിരുന്നു. അപ്പൊ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെന്റിൽ ഫാസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. അപ്പൊ കുറവുകൾ ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞ് അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നാണ് പഠിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. മോളുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ജോയിറ്റ. എവിടെയായിരുന്നു വീട്? ഞാൻ എറണാകുളം ഫോർട്ട് കൊച്ചിയാണ് വീട്. മോനെ ഇപ്പം ഫിസിക്സ് ആണ് ഒരാൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് എന്ന് പറഞ്ഞു. മോൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എനിക്ക് ഫിസിക്സ് തന്നെയായിരുന്നു. ഫിസിക്സ് ആണ് എല്ലാവരുടെയും പേര്. അതെന്തുകൊണ്ടാണ്? മാത്സ് നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ ബേസിക്സ് അല്ലെങ്കിൽ അത് അറിയാത്തത് കൊണ്ടാണോ, അതോ ഫിസിക്സിനോട് പൊതുവെ ഈ സബ്ജക്റ്റിനോട് ടഫ് ആണെന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ്? എന്താണ് ശരിക്കും? സബ്ജക്റ്റ് ഇഷ്ടമായിരുന്നു എനിക്ക്, പക്ഷെ ചെയ്ത് വരുന്നതിന് എന്തോ പ്രശ്നം. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. നമ്മൾ തിയറി പഠിച്ചിട്ട് പെട്ടെന്ന് ഒബ്ജക്റ്റീവിലേക്ക് വരുന്ന ഉണ്ടായിരുന്നു. പിന്നെ ആ തിയറിന്ന് പഠിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് പെട്ടെന്ന് എടുക്കുക, ആ സ്റ്റെപ്പ് എഴുതാണ്ട് ഒരു പ്രോബ്ലം ചെയ്യാൻ എത്ര സമയമൊക്കെ എടുത്തിട്ടുണ്ടാവും? എനിക്ക് നല്ല ടൈം എടുക്കുമായിരുന്നു. ഞാൻ പിന്നീട് അപ്രോക്സിമേറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ എത്ര മിനിറ്റ് എടുത്തിട്ടുണ്ടാവും? അത് ഒരു 10-15 മിനിറ്റ് കേട്ടല്ലോ അല്ലേ? ഒരു ക്വസ്റ്റിന് 15 മിനിറ്റ് വരെ എടുത്ത് പഠിച്ച ആളാണ്. അപ്പൊ നിങ്ങളുടെ പലരുടെയും പരാതിയാണ് കേട്ടോ, ഞങ്ങൾ 5 മിനിറ്റ് എടുക്കുന്നു 10 മിനിറ്റ് എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ടാണ് തോന്നുന്നത്. ഇതൊന്നും ഇഷ്യൂ അല്ലാന്ന് കേട്ടല്ലോ അല്ലേ? ഇനീഷ്യലി നല്ല 15 മിനിറ്റോളം എടുക്കുമായിരുന്നു. പിന്നെ എങ്ങനെയാണ് മോനെ ആ 15 മിനിറ്റ് 1 മിനിറ്റ് ആയിട്ട് ചുരുക്കിയത് എങ്ങനെ? പിന്നെ ഞാൻ പേൾ ഹോസ്റ്റലിലായിരുന്നു. എന്റെ റൂംമേറ്റിന് അവൾക്ക് റൂമി അവളിപ്പോ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവൾക്ക് എന്ന് പറയുമ്പം ഫിസിക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബയോളജി അവൾക്ക് ഇടയ്ക്ക് മാർക്ക് പറയായിരുന്നു. പക്ഷെ എനിക്ക് നേരെ തല്ലിടിച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് അവൾ ഓരോ ഫിസിക്സ് ചെയ്യുമ്പോൾ എനിക്ക് ഹെൽപ്പ് ആക്കും. അങ്ങനെ നല്ല പോലെ ഇതായി. പിന്നെ എന്റെ ക്ലാസ് ടീച്ചർ ആണെങ്കിലും സാർ എപ്പോഴും ഫിസിക്സ് ചെയ്തോ എന്ന് പറയാന്ന് ചോദിക്കായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് പ്രോബ്ലം ചെയ്യലാണോ? 15 മിനിറ്റ്സ് ഒരുപാട് ക്വസ്റ്റ്യൻസിലോട്ട് ചെയ്യാൻ തുടങ്ങി. തിയറി ഞാൻ പറഞ്ഞാല് മോഡൽ എക്സാം തുടങ്ങി എത്ര സമയം കഴിഞ്ഞിട്ടായിരിക്കണം? ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ലെവലിൽ ഞാൻ എത്തി, അത് എപ്പോഴായിരിക്കും? മോഡല് ഇനീഷ്യലി ആ ചെറിയ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത ടൈമിൽ എനിക്ക് നല്ല ടൈം എടുക്കുമായിരുന്നു. പിന്നെ ചാപ്റ്റേഴ്സിന്റെ ഇത് കൂടിയപ്പോഴത്തേക്കാണ് ഞാൻ ആ ഇത് പേസ് എടുക്കാൻ തുടങ്ങിയത്. ഓൾ യൂണിറ്റ് ഒക്കെ ആയപ്പോ പേസ് റെഡി ആയി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സിംഗിൾ യൂണിറ്റ് എഴുതുന്ന കുട്ടികളുടെയും ശ്രദ്ധ കേട്ടോ. നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നുണ്ടാവും ഇച്ചിരി സമയം എടുക്കുന്നത്, ഇതൊന്നും വിഷയമല്ല എന്നുള്ളതാണ് ഇത് ഇപ്പോൾ പറഞ്ഞു മനസ്സിലാക്കി തന്നത്. മോനെ പേരെന്നാടാ? എന്റെ പേര് മുംതാസിന്റെ വീട് എവിടെയാ മോളെ? കാസർഗോഡാണ് വീട്. മോന് ഏതെങ്കിലും ഒരു സബ്ജക്ട് ഇഷ്ടക്കേടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സബ്ജക്ട് ഇപ്പൊ ഫിസിക്സ് പറഞ്ഞില്ലേ, എനിക്ക് കെമിസ്ട്രി ആയിരുന്നു. അപ്പൊ കെമിസ്ട്രി പേടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കെമിസ്ട്രി ആദ്യം തന്നെ +2 ഒരു ബേസ് കിട്ടാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. കെമിസ്ട്രി അതിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്തായിരുന്നു കെമിസ്ട്രിയിലെ ഈ ഓർഗാനിക് പോലുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ? ഓർഗാനിക് എനിക്ക് ഇഷ്ടമാണ്. ഓർഗാനിക്കും ഫിസിക്കലും കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. അതെങ്ങനെയാണ്? എന്റെ ഒരു വിഷയം എന്ന് വെച്ചാല് പഠിച്ചാൽ തന്നെ കോൺഫിഡൻസ് കുറവാ കിട്ടുക. അപ്പം ആ ഒരു പ്രശ്നം എനിക്ക് നല്ല പഠിച്ചാലും കോൺഫിഡൻസ് കുറവാണോ? എന്നാലും അതാണ് എന്റെ ഒരു പ്രശ്നം തോന്നിയത്. മോഡൽ എക്സാം എത്ര പഠിച്ചാലും ഞാൻ പഠിച്ചത് പോരാ അങ്ങനെ തോന്നുന്നു അല്ലേ? ഒരുപാട് പേരുടെ കംപ്ലൈന്റ് ആണ് കേട്ടോ. ഞാനിപ്പോ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് കംപ്ലൈന്റുകൾക്കുള്ള ഉത്തരമാണ് കേട്ടോ. തികയൂല, നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല. എന്നാലും ആ കോൺഫിഡൻസിൽ പോയി എഴുതുവാണെങ്കിൽ പഠിച്ചതിലും അധികം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മോഡൽ എക്സാമിന് എനിക്ക് പറ്റില്ല. ചില സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് പറയും, എന്നെ കൊണ്ട് പറ്റൂല, ഭയങ്കര സെൽഫ് ഡൗട്ട് ആയിരിക്കും, ഞാൻ നിർത്തി പോകുന്നൊക്കെ വിചാരിച്ച സമയം അതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ സെറ്റ് ആവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ് പകുതിയോളം ഇത് തീരുമാനിക്കുന്നത്. സബ്ജക്ട് മാറ്റർ ഒക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഡീൽ ചെയ്യാം അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ബയോളജി ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര അഭിമാനമാണ്. ബയോളജി ആർക്കും ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു. മോളുടെ പേര് എന്നാടാ? എന്റെ പേര് ഷഹന.
മോനെ ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ബുദ്ധിമുട്ടുള്ളതായിട്ട് പറഞ്ഞു. ഇപ്പോൾ ബയോളജി ടീച്ചർ എന്നുള്ള രീതിയിൽ ആരും ബയോളജി ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. എങ്കിൽ പോലും ബയോളജി ഈ പറയുന്ന പോലെ ബോട്ടണിയും സുവോളജി ഒക്കെ പഠിക്കുമ്പോൾ കുറേ പേരുകൾ ഓർത്ത് വെക്കാനുണ്ട്, കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ പല കുട്ടികളുടെയും ഒരു പ്രശ്നം അത് തന്നെയാണ്. കാരണം കോൺസെപ്റ്റ് ഒക്കെ എങ്ങനെയെങ്കിലും പഠിക്കും. ഇത്രയും ഓർത്ത് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓർത്ത് വെച്ചത്? അതിന് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? ഞാൻ സ്റ്റിക്കി നോട്ടിൽ എഴുതി വെക്കുമായിരുന്നു, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു വെക്കുമായിരുന്നു. ഈ സ്റ്റിക്കി നോട്ട് ടെക്സ്റ്റ് തന്നെ ഒട്ടിച്ചു വെക്കുമോ അതോ റൂമിൽ എവിടെയെങ്കിലും റൂമിൽ ഒട്ടിച്ച് വെക്കുമായിരുന്നു. ഓക്കെ. പിന്നെ എക്സാംസിന് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ബ്രില്യൻ്റ് തന്നെ ചോദിക്കും. അപ്പൊ നമ്മൾ ആ ടൈമിൽ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്തോണ്ടിരുന്നതാണ്. ഈ സ്റ്റിക്കി നോട്ട്സ് ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യുമായിരുന്നോ? റെഫർ ചെയ്യായിരുന്നു. ആ ചാപ്റ്ററിന്റെ എക്സാം അല്ലെങ്കിൽ പോലും റെഫർ ചെയ്യുമായിരുന്നു. അപ്പം നിങ്ങളും കേട്ടല്ലേ, മറന്നു പോകാതിരിക്കാനുള്ള ടിപ്സ് ആണ് കേട്ടോ ഇതൊക്കെ. ദേ അപ്പോൾ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഞങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം ഉള്ള ഉത്തരം ഒരുപക്ഷെ ഞാൻ പറയുന്നതിനേക്കാൾ ഇവർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അത് നടത്തി ലക്ഷ്യം കണ്ട നിങ്ങളുടെ ചേട്ടന്മാരാണ് ഇത് പറഞ്ഞത്. ഇതിലപ്പുറം ഒരു തെളിവ് ഞാൻ നൽകണ്ടല്ലോ അല്ലേ? ഇനി ഒരു ടെൻഷനും വേണ്ട. അടിച്ചു പൊളിച്ചോ, നീറ്റ് നമ്മൾ സ്വന്തമാക്കും, ഉറപ്പാ. All the best. Brilliant Study Center, India's #1 coaching center for NEET and JEE.